ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ തന്നെ വന്നിട്ടില്ല എൻ്റെ എല്ലാം നജില ഫാത്തിമിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതന്നെയായിരിക്കും. ഞാൻ അതിൻ്റെ കുറച്ച് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റിയാക്ട് ചെയ്തിട്ട്. അപ്പോൾ നജില ഫാത്തിമിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അവളുണ്ടല്ലോ, ആദ്യം പേര് നജില ഷാ എന്നൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അവളുണ്ടല്ലോ, അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടലുണ്ട്. പക്ഷേ വീഡിയോൻ്റെ താഴെ ഉണ്ടല്ലോ സെഫീന ബി എന്ന് കണ്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടലുണ്ട് കേട്ടോ. അതിനെ കുറിച്ചിട്ടുണ്ടല്ലോ അവൾ അപ്പോൾ തന്നെ മറുപടിയും കൊടുക്കലുണ്ട്. അതിനനുസരിച്ച് മറുപടിയും കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ അവർ പിന്നെ 4 വിവാഹം കഴിച്ചതേനു, അതിൽ 3 കുട്ടികളുണ്ട്. ഇപ്പോൾ 4ാമത്തെ ഗർഭിണിയാണ് കേട്ടോ. പക്ഷേ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്താ പറയാനില്ലെന്ന് വെച്ചാൽ ഷാൻ എന്ന് പറഞ്ഞ പിന്നെ ആളിന് ഹസ്ബൻഡ് ചെയ്യുന്നു കേട്ടോ. അവനുണ്ടല്ലോ കുടിച്ച് ഇതായി വന്ന് മക്കളെ തല്ലിലും അതേമാതിരി തന്നെ അവൾ നല്ല കിട്ടലുണ്ട്, നല്ല മെല്ല് വേദന കൂട്ടോ. അങ്ങനെയൊക്കെ അതിനു കുടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവനൊരു ലെവലില്ലാത്ത പെരുമാറ്റലും കാര്യങ്ങളൊക്കെ അതിന് കേട്ടോ. അവന് അത് അതേ അറിഞ്ഞുകൊണ്ട് ഈ ചതിപ്പെട്ടത് തന്നെയാണ്. അവൾക്ക് നല്ല അറിയാം കേട്ടോ, അങ്ങനെ കൂടിയനെയാണ് മറ്റേ മറിച്ചെന്നൊക്കെ നല്ല അറിയാം. എന്നിട്ട് ചതിപ്പെട്ടതാണ് കേട്ടോ. അവളുടെ ഉമ്മ പറഞ്ഞിട്ട് നല്ലതീ പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണ്ട നമുക്ക് ഞങ്ങൾ നിക്കാഹ് ചെയ്തില്ല, മോശം ആളാണ്, നല്ലൊരാളെ വെച്ച് നിക്കാഹ് ചെയ്തിരാന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ അവളൊട്ടത് പിന്നെ അനുസരിച്ചില്ല. എന്താ പറയാനില്ലെന്ന് വെച്ചാൽ വിധി എന്ന് പറഞ്ഞാൽ മതിയില്ലേ. വിധിയല്ല, വിധി അങ്ങനെ ചെയ്തതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ് കേട്ടോ. ഇത് പിന്നെ 4 വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷെ 4 ഇങ്ങനെ ഒരാൾ മരിച്ചതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ 3 കുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പ്രശ്നം കാര്യങ്ങളായി ഒഴിവായതാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്ന വീഡിയോ ഒന്നുണ്ടെന്ന് കാണിക്കാം. ആവോ നീ യൂറിൻ ഇൻഫെക്ഷൻ ആണോ എന്താണെന്നൊന്നും അറിയാൻ വയ്യ, ആരെയും ഹെൽപ്പില്ല, ഒന്നുമില്ല. ഒരു ഭർത്താവിൻ്റെ ഒരു കെയറോ സന്തോഷമോ ഒന്നുമില്ല. നിങ്ങൾക്കറിയാമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ഭർത്താവിൻ്റെ കെയറും ഇതുമൊക്കെയാണ്. കാരണം നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഡിപ്രഷൻ, ഒരു മാനസികാവസ്ഥ അത് വേറെ ലെവലാണ്. ഞാനുണ്ടടി, ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇല്ലാതാവുന്നൊരു സമയമുണ്ടല്ലോ. പിന്നെ എന്താണ്, നിസ്സഹായമായ ഒരവസ്ഥയാണ്. പിന്നെ ഞാൻ ചോറ് കൂടുതലും ഇപ്പം എനിക്ക് 2 ദിവസം കൊണ്ടേ വയറുവേദനയുണ്ട്, കുനിഞ്ഞു നിന്നും ഒന്നും ചെയ്യാൻ വയ്യ. എന്നാലും തുണി ഒക്കെ ഞാൻ അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളും നോക്കും. അതുകൊണ്ട് ഞാനിപ്പം കഴിവതും കടയിൽ നിന്നാണ് ചോറൊക്കെ മേടിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ വിമ്മിഷ്ടം വലിയ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ എനിക്കിനി അനീമിയ ഉള്ളത് കൊണ്ടാണോ എന്തോ എനിക്ക് നല്ല വിമ്മിഷ്ടമുണ്ട് മക്കളെ. എനിക്ക് കൂടുതലും കിടക്കാനും നിൽക്കാനുമാണ് പറ്റുന്നത്. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അധികം ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അള്ളാഹു ഇതും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് എൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത് എൻ്റെ മക്കളെ നോക്കാൻ പറ്റണേന്നാണ്. കരയാൻ കണ്ണീരില്ല, പറയാൻ റബ്ബല്ലാതെ ആരുമില്ല. പിന്നെ നിങ്ങളോട് വരും. കാരണം എനിക്കിപ്പോൾ യൂട്യൂബ് കൊണ്ടുപോയാലേ പറ്റൂ. യൂട്യൂബ് കൊണ്ടുപോയാലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഏകമുള്ളൊരാശ്രയം അതാണ്. കടയിലൊന്നും എന്നെ കൊണ്ട് നിൽക്കാൻ തോന്നെ നേരം പറ്റൂല. ഞാൻ ഒരുപാട് ഷോപ്പിലൊക്കെ തിരക്കി. പിന്നെ ഓൺലൈനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടും മറ്റേ പരിപാടി, അതായത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം അതും വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കിന്ന് ഒരു കാര്യമുണ്ട്, ഞാൻ ഒറ്റത്തടിയല്ല, 3 മക്കള്, വയറിൽ ഒരാൾ. അപ്പം അതൊക്കെയാണ്. പിന്നെ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരടുത്ത് എനിക്കൊന്നും പറയാനില്ല. ഈ ശ്വാസം മുട്ട് റബ്ബൊന്ന് മാറ്റി തന്നെങ്കിൽ മതിയായിരുന്നു. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ ഒരു വയറുവേദനയും 2 ദിവസം കൊണ്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് വന്നു പോയാൽ നിൽക്കാൻ പോലും ആരുമില്ല ഹോസ്പിറ്റലിൽ. അപ്പോൾ അതേമാതിരിക്ക് തന്നെ അവളുണ്ടല്ലോ പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ സെഫീന ബീവി എന്നിട്ട് നല്ല ചെറിയ കമൻറ്റും കാര്യങ്ങളൊക്കെ വിടലുണ്ട് കേട്ടോ. അതിനപ്പം തന്നെ അവൾ മറുപടിയും കൊടുക്കലുണ്ട്. അപ്പോൾ നല്ല പിന്നെ അവളെന്താ പറയണെന്ന് വെച്ചാൽ ഷെഫീന ബീവി കാലില്ലാത്ത ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെ പിന്നെ വടിയും കുത്തിയോ നടക്കുന്നത്, അവൾ അങ്ങനെ ക്ഷീണമാണ്, എല്ലാവർക്കും പിന്നെ മോശം കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാവരെയും ഇതാക്കണതാണ്. പിന്നെ രേണുസുദിനെയൊക്കെ കുറ്റം പറയുന്ന ആളെന്നൊക്കെ എന്നിട്ട് അവൾ പറയണത്. എന്നെ പറയാലെന്ത് യോഗ്യതയല്ലേ എന്നൊക്കെയാണ് കേട്ടോ പിന്നെ നെഞ്ചിൽ ചോദിക്കുന്നത്. അവൾ അങ്ങനെയാണ്. പിന്നെ ഷെഫീന ബീവി എല്ലാവരും കുറ്റം കുറവും കണ്ടുപിടിച്ചെന്നാണ് ഇത് വീഡിയോ ചെയ്യാണ്, വേറെ കണ്ടൻ്റൊന്നും കിട്ടായിട്ടെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ കുറേ പറയുന്നുണ്ട് അല്ലേ, ബാക്കിയിരുന്ന് കണ്ടോക്കിയേ. പിന്നെ ചെപ്പീനാരുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള എന്തൊരു കള്ളോണടി പറയണത്, എന്തൊരു കള്ളോണ് പറയണ, നീ പറ. നീ എന്നൊക്കെ എൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു എവിടെ വന്നടി? ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാണ്.
നീ എന്നെ നാലാലിന്നും അഞ്ചാലിന്നും ഒക്കെ വിളിച്ചില്ലേ, പാഞ്ചാലിന്ന് കുഞ്ചാളിന്ന് ഒക്കെ വിളിച്ചില്ലേ? നിന്നിലുള്ള ന്യൂനത നിനക്ക് എന്തെന്നറിയാമോ? എനിക്കതൊന്നും പ്രശ്നമില്ല. നിനക്ക് ചുമ്മാ അല്ല ശാന്തി എന്ന് കേട്ടത്, ചെവി പുളുക്ക കേട്ടാ. സ്വന്തം ഒരു പെണ്ണിനെ കുറിച്ച് പറയുമ്പം അയാളില്ലാന്നും പറഞ്ഞ് നിങ്ങളെല്ലാം കൂടെ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കണ്ട. അയാളില്ലാന്നും പറഞ്ഞ്, അതായത് ചാഞ്ഞ കൊമ്പിക്കേറ എല്ലാവർക്കും ഭയങ്കര സുഖമാണ്. ചിലപ്പോൾ പൊരുത്തം പോലും ചോദിക്കാൻ പറ്റിയെന്ന് വരൂല. ഒരു സങ്കടമുണ്ട്. കാരണം ഗർഭകാലഘട്ടത്ത് പോലും ഒരു പെണ്ണിനെ ഇവരൊക്കെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല. മക്കളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയങ്ങ് പോയേനെ. കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്, മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഇൻഷാല്ലാ മാറി നിൽക്കണം കുറച്ച് ദിവസത്തേക്ക്. ഇത് വിഷയം നമ്മുടെ ഷെഫീന ബീവി ഇത്താരോടുത്ത് എനിക്ക് പേഴ്സണലി ഒന്നും സംസാരിക്കാനില്ല. കാരണം ഷെഫീനാത്ത പബ്ലിക്കിലാണ് പറയുന്നത്. ഷെഫീനാത്ത ഒരു വർഷത്തിന് മുമ്പ് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. നാത്തൂൻ പറഞ്ഞു, അതായത് എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ ഉമ്മ പറഞ്ഞു എന്നും പറഞ്ഞിട്ട്, മൂന്നിലുള്ളതാണ് 3 മക്കൾ, ഒരുപാട് അസഭ്യങ്ങളും അനാവശ്യ വാക്കുകളും ഒക്കെ പറഞ്ഞു. പിന്നും എന്നെ കാണാൻ വന്നു, രമ്യതയിൽ ഞാൻ എല്ലാം സംസാരിച്ചല്ലേ. ഇപ്പം ഷെഫീനാത്ത ഒരു പേപ്പർ അയച്ചിട്ടുണ്ട്. അത് എന്നെ ഷെഫീനാത്ത, നിങ്ങൾക്ക് ഇന്നലെ ലൈവ് കാണാത്തവർക്കറിയാം, എന്നെ ഷെഫീനാത്ത നാലാലിന്ന് വിളിച്ചു. നിങ്ങൾ എനിക്ക് 2 കാലല്ലേ കണ്ടിട്ടുള്ളൂ, 2 കൈയും. അപ്പം ഷെഫീനാത്ത ജന്മം കൊണ്ട് ഷെഫീനാത്ത വൈകല്യമുള്ള ഒരു സ്ത്രീ അല്ലായിരുന്നു. ഷെഫീനാത്തൻ്റെ ഭർത്താവിൻ്റെ ഇതിൽ പറ്റിയ ഒരു ആഘാതമാണത്. ഞാൻ ഷെഫീനാത്തയെ 2 വട്ടം ഇരിക്കണതും എൻ്റെ വീട്ടിന് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ വടി എപ്പോഴും നിങ്ങൾക്കറിയാം കാറിലും വെച്ചിരിക്കുന്ന കാണാം. അതിപ്പോൾ അവരെ ഒരു കുറ്റം പറയണമല്ല. എനിക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ പല വൈകല്യങ്ങളും ഉള്ള ഒരു ആളാണ് ഞാനും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നെ നാലാലിന്ന് വിളിച്ചു. അത് 4 കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ. അപ്പം എൻ്റെ വൈകല്യത്തെയല്ലേ അവിടെ ചൂണ്ടിക്കാണിച്ച. ജന്മം കൊണ്ട് ഷെഫീനാത്ത വൈകല്യമുള്ള ഒരാളല്ല. അപ്പോൾ നമ്മുടെ കാര്യം കൊണ്ട്, ജീവിതം കൊണ്ട് വൈകല്യം വന്നു പോയതാണ് എനിക്കും നിങ്ങൾക്കൊക്കെ. നിങ്ങൾ എന്നെ വേശ്യയെന്ന് വിളിച്ചു, അപരാധിയെന്ന് വിളിച്ചു, ഇതെല്ലാം നിങ്ങൾ വിളിച്ചു. അതെന്തെന്നറിയുമോ? നിങ്ങളിലുള്ള ദേഷ്യം. അതുപോലെ ഉണ്ട് എനിക്കും. നിങ്ങൾ പബ്ലിക്കിൽ എൻ്റെ ഫോട്ടോ വെച്ച് ചെയ്തു. നിങ്ങൾ ആരെങ്കിലും തേടി ഞാൻ ബേക്കിൽ നിന്ന് വന്നാ? നിങ്ങൾ ഉള്ളി റിയാക്ഷൻ ചെയ്യുന്ന ആളാണ്. പക്ഷെ നിങ്ങളെ റിയാക്ഷനൊന്നും ചെയ്യാൻ വേറെ ആരും ചെയ്യൂല. കാരണം എന്താണ്? നിങ്ങളെ മുമ്പ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഷെഫീനകത്ത് ആദ്യം ഫുള്ള് തെറിയായിരുന്നു. പക്ഷെ ഇപ്പം യൂട്യൂബിൻ്റെ കുറച്ച് നിയമങ്ങളെ വെച്ച് തെറി കുറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. ചില സമയങ്ങളിൽ ഷോൾ ഇട്ട് വരും, ചില സമയങ്ങളിൽ അതൊക്കെ അവരെ ഇഷ്ടമാണ്. നമുക്ക് ചോദിക്കാം, എന്തേ നിങ്ങൾക്ക് ഓന്തിൻ്റെ നിറം മാറും പോലെ പല സ്വഭാവം. ഒരു നേരം പൊട്ടും, ഒരു നേരം ഷോളും കേട്ട്. നമ്മൾ ഇസ്ലാമിൽ ജനിച്ചു, ഇസ്ലാമിൽ മരിക്കാൻ അള്ളാഹു വിധി കൂട്ടണേ റഹ്മാനെ എന്നാണ് നമ്മുടെയൊക്കെ ദുആ. എന്തായാലും ഷെഫീനാത്ത, ഞാൻ സ്വയജാതിപ്പെട്ട ഒരാളിൻ്റെ കൂടെയാണ് പോയത്. നിങ്ങൾ തന്നെ പറഞ്ഞു, നീ ചെറിയ പെണ്ണാണ്, നിനക്കൊരു കോട്ട് വേണ്ടേ, നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടാ? അപ്പോഴും ഞാൻ സ്നേഹിക്കുന്നില്ല. കഴിഞ്ഞ ഡിസംബർ 26-ാം തീയതിയാണ് ഞാൻ താമസമാവുന്നത്. ഒരു പാവം ജോലി ചെയ്ത് 3 മക്കളെ നോക്കി ആട്ടിനെയും വളർത്തി ജീവിച്ചൊരു പെണ്ണാണ് ഞാൻ. പക്ഷെ ഇന്ന് എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റില്ല. മനസ്സുണ്ട് ഷെഫീനാത്ത, എന്ത് ചെയ്യാനും മനസ്സുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ ബോഡി വീക്കാണ്. ആരും അപ്പോൾ അതൊക്കെയാണ് പറയല്ലേ കേട്ടോ. അതൊക്കെയാണ് ഷെഫീന ബീവിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അവൾ അങ്ങനെ വീഡിയോ ചെയ്യും, പിന്നെ ലൈവിലൊക്കെ കമൻറ്റ് ഇട്ട് വരലുണ്ട് കേട്ടോ ഷെഫീന ബീവി. അപ്പോൾ കൂടുതൽ റീച്ചും കാര്യങ്ങളും ഉണ്ടാവലുണ്ട്. അവരാ തെറിവാക്കും കാര്യങ്ങളും ഒരു അങ്ങോട്ട് പറച്ചിലും ഇങ്ങോട്ട് പറച്ചിലൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് റീച്ച് ഉണ്ടാവലുണ്ട്. പിന്നെ വേറെ എന്താ പറയല്ലെന്ന് വെച്ചാൽ, ഇനി ഒരിക്കലും അവനെ പിന്നെ വീട്ടിൽ കയറ്റരുത് അല്ലേ, ഇനി കുട്ടീൻ്റെ ഒപ്പേനെന്നൊക്കെ പറഞ്ഞിട്ട് വന്നാലും വീട്ടിൽ കയറ്റരുത് എന്നല്ല പറയാനുള്ളത്. അത്രക്കും അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗർഭിണിയായ അവളെ നല്ല അടിക്കലും കുത്തലും അങ്ങനെ. അതോ എൻ്റെ വീട് വരെ നഷ്ടമാവും. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ഇവൻ്റെ കൊച്ചിനെയൊക്കെ കൊടുത്തത്. എന്തരാണ് ഇത്രയും പ്രായം ചെന്നിട്ടും 10, 38, 40 വയസ്സായി, ഷുഗറും കാര്യങ്ങളും ഒക്കെ. നന്നാവണ ഒരു മനുഷ്യനാണെങ്കിൽ നന്നായന. സ്നേഹം ഉള്ളേ എടുക്കൂല ഞാൻ പുറത്ത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇനി ദുഃഖമാണ്. അവൻ കൊല്ലും, മക്കൾക്ക് ഉമ്മ ഇല്ലാതായിപ്പോൾ. അതുകൊണ്ട് എനിക്ക് സ്നേഹം വേണ്ട. അയ്യോ, ഇത് വല്ലാത്തൊരു തരം സ്നേഹമാണേ. അതുകൊണ്ട് റീലെടുക്കാൻ തോന്നുമ്പോഴേ ഷാന് പകരം ഞാൻ ഒരാളെ വിളിച്ചോളാം. ചെന്നൊക്കെ പറയുമ്പോൾ എത്ര ഇതാണല്ലേ. കുടിച്ചാൽ പിന്നെ അവർക്കൊരു ലെവലൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണുള്ളത്. അപ്പോൾ ഒരിക്കലും ഇനി വീട്ടിൽ കയറ്റാതിരിക്കുക, അതാണ് നല്ലതിലെ. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.